നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 4 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടെ 2 നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു അതിമനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ വീട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വീട് എത്ര വലുതാണ് ചെറുതാണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുന്നു, എത്ര വൃത്തിയോടെ നിങ്ങൾ അതിനെ പരിപാലിക്കുന്നു എന്നുള്ള കാര്യമാണ് എല്ലാവരും നോക്കുന്നത്. നല്ല പണി അറിയാവുന്ന ഒരു ആർക്കിടെക്റ്റിനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ പുറകിൽ കാണുന്ന വീട്. ഈ വീടിൻ്റെ എലിവേഷനും ഇൻറ്റീരിയറും ഒന്നിനൊന്ന് മെഷാണ്. നിങ്ങൾക്ക് വീടിനകത്ത് കയറി കഴിയുന്ന സമയത്ത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായിട്ടുള്ള ഒരു വീട്. നേരത്തെ പറഞ്ഞതുപോലെ വെറും 4 സെന്റിലാണ് പ്ലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. മതിലുകളൊന്നും കൊടുക്കാതെ തുറന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് വരുന്നത്. നേരെ നമുക്ക് മുറ്റത്തേക്ക് വരാം. മുറ്റത്ത് നൽകിയിരിക്കുന്നത് ഇന്റർലോക്ക് ആണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഇതേപോലെ ഗ്രാസ് നൽകിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഈ 4 കല്ലുകൾക്ക് ശേഷം ഗ്രാസ് നൽകിയത് കൊണ്ട് തന്നെ നല്ല സ്പേസ് തോന്നിക്കാനും അത്യാവശ്യം നല്ല ഒരു ഫീല് കിട്ടാനും ഈ ഒരു ഗ്രാസ് പേവിങ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഗേബിൾ ടൈപ്പ് ഡിസൈൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. ചെരിഞ്ഞ റൂഫ് ഓടാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അടിയിൽ സീലിംഗ് ഓട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു വാളാണ്. ഇവിടെ മെറ്റൽ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. CNC വർക്ക് ചെയ്തിട്ടുള്ള മെറ്റൽ ഷീറ്റ്. അതിൻ്റെ അടിയിൽ അക്രിലിക് ഷീറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലൂവേഴ്സ് അത് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ടെക്സ്ചർ പെയിൻറ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലാബ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഇതേപോലെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ജനലുകൾ UPVCയിലാണ് ചെയ്തിരിക്കുന്നത്. ജനലുകളുടെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം ഒരു സെമി സർക്കുലർ ഒരു ആർക്ക് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് ജനലുകളിൽ മാത്രമല്ല, വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരികയാണെങ്കിലും ആ ഒരു ആർച്ച് ഷേപ്പിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഡോറാണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഗ്രേ ഫിനിഷ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ ടൈൽ ഫിനിഷും അതേപോലെ തന്നെ ഒരു ലെപ്പോത്ര ഫിനിഷിൽ വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ല രസമുണ്ട് ആ സ്റ്റെപ്പുകളുടെ ഡിസൈനൊക്കെ. നേരെ കയറി വരികയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. 2 സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു ഷൂറാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം നൽകിയിരിക്കുന്നു. ഫ്ലോറിൽ കൊടുത്ത അതേ ടൈല് തന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലോറിൽ അതേപോലെ ഈ ഒരു പില്ലറിൽ മുകളിൽ സീലിങ്ങിലെല്ലാം ഒരു സിംഗിൾ കളർ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ ടച്ചുമാണ് വരുന്നത്. ഒരു ഗ്രേ പ്ലസ് വുഡൻ കോമ്പിനേഷനിൽ അതിമനോഹരമായിട്ട് ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കയറിയിട്ട് കാണാം. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ തൊട്ടടുത്ത് തന്നെ ലിവിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം സ്റ്റൈലിൽ തന്നെ ലിവിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാം കേട്ടോ. 4 ആളുകൾക്ക് ഇവിടെ ഇരിക്കാം, 2 ആളുകൾക്ക് ഇവിടെയും ഇരിക്കാം. നേരെ ഓപ്പോസിറ്റ് വാളിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അതാണല്ലോ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഇത് ചാർക്കോൾ ലൂവേഴ്സ് ആണ്, ചാർക്കോൾ പാനലുകൾ എന്ന് പറയും. അതിൽ തന്നെ ഒരു ബ്രൗൺ പ്ലസ് ഗോൾഡ് തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരികയാണെങ്കിൽ ലാമിനേറ്റ്സ് ആണ്, വുഡൻ ലാമിനേറ്റ്സ് യൂസ് ചെയ്തു. വൈറ്റ് ഫിനിഷിൽ ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് നൽകി. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഗ്ലാസിൻ്റെ ഫിനിഷ് നമുക്ക് ഔട്ട്സൈഡുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല ഹൈറ്റിലാട്ടോ ഫസ്റ്റ് വിൻഡോ നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു മെറൂൺ പ്ലസ് വൈറ്റ് തീമാണ് കർട്ടൻ നൽകിയിരിക്കുന്നത്. നല്ലൊരു രസമുണ്ട്. ആ ഒരു കളറ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൽ 6 പേർക്ക് ഇരിക്കാവുന്നൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ. അതിനോട് ചേർന്ന് എന്നൊരു ബേ വിൻഡോ കൊടുത്തിരിക്കുന്നു. 6 പേർക്ക് ഇവിടെ ഇരിക്കാമെങ്കിൽ ഒരു 4-5 പേർക്ക് ഇവിടെയും ഇരിക്കാം. സുഖമായിട്ടൊരു 10 ആളുകൾക്ക് ഈ ഒരു കോമൺ സ്പേസിൽ ഇരിക്കാൻ സാധിക്കും. പ്ലസ് അതിൻ്റെ കൂടെ ലിവിങ് സ്പേസിലും ഇരിക്കാൻ സാധിക്കും. ഇവരുടെ കംപ്ലീറ്റ് ഫാമിലി വന്നു കഴിഞ്ഞാലും ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് മുഴുവനായിട്ട് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഓടാണ് വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ സീലിംഗ് ഓടുകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ആ നാച്ചുറൽ ആയിട്ടുള്ള ടെറാക്കോട്ട കളർ കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു കാമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വീടിനകത്ത് ലഭിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അപ്സ്റ്റെയർ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ഹാൻഡ് റെയിലിൻ്റെ ഒരു ഫീലും
അതിൽ കൊടുത്തിരിക്കുന്ന വുഡും ഈ ഒരു ബീമിൽ കൊടുത്തിരിക്കുന്ന വുഡൻ പാനലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല രസമുള്ള ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ എഡ്ജ് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേ ഈ സ്മൂത്ത്നെസ് നമുക്ക് സ്റ്റെപ്പുകളിലൊക്കെ കാണാൻ സാധിക്കും, വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ബേവിൻ്റെയുടെ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് വീടിൻ്റെ ഡിസൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ തൊട്ട് താഴെ തന്നെ വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വിരിച്ചിരിക്കുന്നതൊക്കെ വിട്രിഫൈഡ് ടൈലാണ്. ഇവിടെ വിരിച്ചിട്ടുള്ളത് 6x4 ടൈലാണ്. ഇതിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിൽവാൻ ടൈൽസിൽ നിന്നാണ്. നല്ല രസമുള്ള സാറ്റിൻ ഫിനിഷിൽ വരുന്ന ടൈലാണ്. അതുകൊണ്ട് തന്നെ ഓവർ മാറ്റും അല്ല, ഗ്ലോസി അല്ല. ഈ വീടിൻ്റെ ഒരു പ്രീമിയം ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് ടൈലുകൾ ചോയ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കിച്ചൺ വരുന്നത് ഈ ഭാഗത്താണ്. ഓപ്പൺ കിച്ചൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ. ഒരു ആർച്ച് ഷേപ്പിലാണ് കിച്ചൻ്റെ എൻട്രൻസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ പാനലിംഗ് ഒക്കെ നൽകി അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാർക്കോൾ പാനൽസ് ആണ് പുറത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. അതിന് 2 ഹൈ ചെയർസ് നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് ലൈറ്റ് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഒരു നിഷ് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള കിച്ചൺ. കൗണ്ടർ ടോപ്പ് ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ നല്ല രസമുള്ള വൈറ്റ് കുഞ്ഞു കുഞ്ഞു ടൈലുകൾ, ഡാഡോ ടൈൽസ് എന്നാണ് അതിന് പറയാം. ഡാഡോ ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഹുഡ് ആൻഡ് ഹോബ് ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. സിങ്ക് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. റെഫ്രിജറേറ്റർ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഒരു കുഞ്ഞു വർക്ക് ഏരിയ സ്പേസ് കൂടെ ഇതിൻ്റെ അപ്പുറത്ത് നൽകിയിട്ടുണ്ട്. വൈറ്റ് ടൈലാണ് വാളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂമുകളാണ് വീട്ടിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം അപ്സ്റ്റെയറിലുമാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ബെഡ്റൂം എൻ്റെ പുറകിൽ കാണുന്നതാണ്. ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ഫിനിഷിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇതേപോലെ ഗ്രൂസ് ഒക്കെ നൽകി മനോഹരമായിട്ടുള്ള ഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിനകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഇതേപോലെ ഒരു പാസേജ് സ്പേസ് ആണ്. തൊട്ടടുത്ത് തന്നെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിട്ടുണ്ട്. ആ ടോയ്ലറ്റിൻ്റെ ഡോറ് വാളിൻ്റെ ഫിനിഷിനോട് ചേർന്ന് നിൽക്കുന്ന അതേ ഫിനിഷ് ഡോറിൽ നൽകിയിരിക്കുന്നു. നേരെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോട്ട് ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന കർട്ടൻസ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. വലിയ വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ ഹൈറ്റ് കർട്ടൻ ചെയ്തു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു മിറർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോവർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വാളിനോട് ചേർന്ന് ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോബാണ്. മുകളിൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ലാമിനേറ്റ് ഫിനിഷാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.3 മീറ്റർ നീളം, 3.3 മീറ്റർ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മളിനി സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിൽ വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. വിട്രിഫൈഡ് ടൈലിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈൽസ് ആണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലേക്ക് പോവാം. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് സ്റ്റെപ്പുകൾക്ക് മരം കൊടുത്തിരിക്കുന്നു. ഇതേപോലെ ഹാൻഡ് റെയിലിനും മരം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിന് ഇതേപോലെയുള്ള റോഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് പെയിൻറ് ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ലാൻഡിങ് സ്പേസ് ഇതേപോലെ സ്റ്റെപ്പുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിൽ ചെറിയ സ്പേസിൽ മാക്സിമം സ്റ്റെപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡിങ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. വീടിനകത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റ് വരാൻ ആ ഒരു വിൻഡോ സഹായിക്കുന്നുണ്ട്. ഈ ഭാഗത്തും വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ അപ്സ്റ്റെയറിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ട്. ലിവിങ് സ്പേസിലേക്ക് വിസിബിലിറ്റി ഉണ്ട്. വീടിന് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നൊരു സ്പോട്ടായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ് ആണ്. ഇതിൻ്റെ ഡോറും ഒരു ആർക്ക് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറാണെങ്കിലും അതിൻ്റെ ഫ്രെയിം ആണെങ്കിലും ഒരു ആർച്ച് ഷേപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാൽക്കണിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൻ്റെ ഫ്ലോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ് ഇവിടുത്തെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. 20 mm ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാം, സേഫായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. നേരെ നമ്മൾ കയറുകയാണെങ്കിൽ ഇവിടെ ബാത്റൂമിലേക്ക് കയറാനുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മിനിമം സ്പേസ് ആണ് ബെഡ്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബ് സ്പേസ് അടക്കം നോക്കുകയാണെങ്കിൽ ഒരു 3.9 ആണ് ബെഡ്റൂമിന് വീതി കൊടുത്തിരിക്കുന്നത്.
ഇതേപോലെ ഒരു കട്ടിൽ എടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് നല്ല ഒരു ഡിസൈൻ വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇൻറ്റീരിയർ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന 3D പാനലുകളാട്ടോ. PVC 3D പാനൽ എന്നാണ് ഇതിനെ പറയും. പല പാറ്റേൺ ഉണ്ട്. ഈ ഒരു റൂമിൻ്റെ തീമിലേക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. വെയിൻസ്കൗട്ട് മോൾഡിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള കർട്ടൻ ഫാബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ അയൺ ടേബിൾ ആണ് കേട്ടോ. ഇതിന് കാണാത്ത ആളുകൾ ഉണ്ടാവില്ല. മൈ ബെറ്റർ ഹോമിൽ തന്നെ 1.5 കോടിയിലധികം ആളുകൾ കണ്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു അയൺ ടേബിൾ. സ്പേസ് സേവിങ് ആണ്. നമുക്കിതിൻ്റെ യൂസ് കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇത് ക്ലാമ്പ് വലിച്ചിട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡോർ ഡിസൈൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ കാണുന്ന ഡിസൈനിൽ ചെയ്തിരിക്കുന്ന FRP ഡോറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു വുഡിൻ്റെ ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ഈ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രസമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് നല്ല ഡോറുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഡിസൈൻ. ഇത് അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. കുറച്ചുകൂടെയും സ്പേസ് കുറച്ചിട്ടാണ് ഈ ഒരു റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 1550 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ സൈസ് 270 ആണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. 3.3 ആണ് ഇവിടെ ലെങ്ത് വരുന്നത്. സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെ വാളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. അതിന് വൈറ്റ് ഫിനിഷിലുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ പുറത്ത് ടെറസിലേക്ക് ഇറങ്ങണമെങ്കിൽ റൂമിൽ നിന്നാണ് ആക്സസ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ബാൽക്കണി ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാൽക്കണി. ഇപ്പോൾ ഒരു ടെറസായിട്ട് തുണിയൊക്കെ അറിയിടാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ് ആണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. ഇസ്മായിൽ ആൻഡ് ഫാമിലി. മൈ ബെറ്റർ ഹോമിലേക്ക് സ്വാഗതം. അടിപൊളിയായിട്ടുള്ളൊരു വീട്, ഒന്നും പറയാനില്ല. വളരെ കുറഞ്ഞ സ്പേസിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ വീടിന് 100% മാർക്ക് നൽകാൻ തോന്നുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? എന്താണ് ആ ഒരു ഇങ്ങനൊരു വീട് പ്ലാൻ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണമൊക്കെ എന്താണ്? ഇല്ല, നമ്മൾ ഒരു ചെറിയ വീട്, ആകെ 4.3 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത്, ചെറുതാണെങ്കിലും ശരി അത് മനോഹരമായിട്ടിരിക്കുക, ഡിഫറെൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. 4.3 സെന്റ് സ്ഥലം എന്ന് പറയും. അതെ അതെ. ശരിക്കും വീട് ഇപ്പം എത്ര സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്? 1547 സ്ക്വയർ ഫീറ്റ്. യെസ്, 1550 സ്ക്വയർ ഫീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 1547. നല്ല ഭംഗിയുള്ള ഒരു എലവേഷൻ, അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയർ. ഇതിന്റെ ആർക്കിടെക്ട്സിനെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ആർക്കിടെക്ട്സ് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞ. ഡോറിക് ഡിസൈൻ എടപ്പാൾ എന്നുള്ള ഒരു ആർട്ടിക്കുലർ ഫാമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ശരി, അതെ അതെ അതെ, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. കാരണം നമ്മൾ ഈ ഒരു സ്ഥലപരിമിതി അറിയാമല്ലോ, 4.3 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ചെറിയ നീഡ്സ് ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഇതിന് ചെറിയൊരു ബോർവെൽ വരുന്നുണ്ട്. അപ്പൊ അത് ഇതിനകത്തായിട്ട് പ്ലേസ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതെല്ലാം കൂടി വന്നപ്പോൾ സ്ഥലം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ മീൻസ് അവര് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ നല്ല മനോഹരമായിട്ട് ഇന്റീരിയറും നല്ലൊരു എലവേഷൻ ഒക്കെ ആയിട്ടുള്ള വീടുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ആർക്കിടെക്ട്സിനെ അവർക്ക് സജസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും നല്ല ടീമാണ് അവര്. ശരിക്കും അവരെ ക്ലയന്റ് ആയിട്ടല്ല, ആസ് എ ഒരു ബ്രദർഹുഡ് ഫീലാണ് അവരുടെ ഇപ്പോഴുള്ളത്. ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇല്ല, 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടുള്ളൂ. വീട്ടിലൊക്കെ താമസിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് രണ്ടുപേർക്കും? അൽഹംദുലില്ലാഹ് ഫൈൻ, അടിപൊളിയാണ്. ഗുഡ്. ഓക്കെ, എന്തായാലും ഈ വീട് കവർ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ വീഡിയോസും പോലെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആർക്കിടെക്ട്സിനെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം. ഡോറിക് ഡിസൈൻ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ ഡിസൈനിങ്ങും പ്ലാനിങ്ങും ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഒക്കെ നൽകിയിരിക്കുന്നത്. പ്രൊഫഷണലായിട്ട് ആർക്കിടെക്ചറൽ സർവീസ് നൽകുന്ന സ്ഥാപനമാണത്. എടപ്പാളിലാണ് അവരുടെ സ്ഥാപനം വരുന്നത്. ഓൾ കേരള ലെവലിൽ അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതേപോലെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറും എലവേഷനും ഒക്കെ കൂടിയിട്ടുള്ള വീടാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ നൽകുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയാസിൻ്റെ പ്രൊഫൈൽ ലിങ്കുകൾ ഞാൻ നൽകുന്നുണ്ട്. അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറക്കാതെ കമൻറ്റുകളിൽ അറിയിക്കുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.